ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയെ ഇട്ട് പൊളിച്ചെടുക്കുവാണ് നിർമ്മലടാ. എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എടാ, ഞാൻ അതിനെന്തെങ്കിലും തരാം, നീ വിഷമിക്കാതെ. എന്തെങ്കിലും അല്ല, 10 ലക്ഷം. എനിക്ക് നാട്ടിലിറങ്ങി കാലുകുത്താൻ വയ്യ. കാരണം എന്നെ കണ്ട കള്ളനെന്നും പറഞ്ഞ് പോലീസുകാർ ഓടിച്ചു വിടുക. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ 10 ലക്ഷം കിട്ടിയേ പറ്റൂ. നീ അതെനിക്ക് തരണം, ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല ഫോൺ കട്ട് ചെയ്തു. ഈശ്വര, ഇതിപ്പോൾ വല്ലാത്തൊരു ഊരാ കൊടുക്കായല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് 3 ഡ്രസ്സ് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. അപ്പോഴേക്കും നയന വരിക. എന്താ ആദർശേട്ടാ, എന്താ നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ദേ നയനെ, ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ കോടികളുടെ ബിസിനസ് കിട്ടും. പക്ഷേ ഏത് ഡ്രസ്സ് ഇടണമെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് കാത്തിരുന്നത്. നീ വരട്ടെ എന്നും പറഞ്ഞ്. നീ ഒന്ന് നോക്കിയേ, ഇതിലേത് ഡ്രസ്സ് ഇടണം? അത് കേട്ടതും നയന ആദ്യത്തെ ഷർട്ട് എടുക്കുക. പോരാ. രണ്ടാമത്തെ എടുത്തു. ഇതും പോരാ. മൂന്നാമത്തെ എടുത്തിട്ട് ഇത് അസലായിട്ടുണ്ട്, ഇത് ആദർശേട്ടൻ ഇട്ടുകൊണ്ട് പോയിക്കോ. ഇട്ടുകൊണ്ട് പോയാൽ നല്ലതായിരിക്കോ? പിന്നെ സൂപ്പറായിരിക്കും. അതെ, കോടികളുടെ ബിസിനസ്സാണ്, നഷ്ടപ്പെടില്ലല്ലോ അല്ലേ? അപ്പം നയന ഒന്ന് കണ്ണടച്ചു. ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ല. ആദർശേട്ടൻ ഇതിട്ടുകൊണ്ട് പോ, വിജയം മാത്രമേ ഉണ്ടാവൂ എന്നും നയന പറയുക. അത് കേട്ടതും എന്നാൽ പിന്നെ നീ പറഞ്ഞതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്നും പറഞ്ഞ് ആദർശ ആ കോട്ടൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക. ഇതേ സമയം താഴെ ജയനും നമ്മുടെ ദേവയാനിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളിങ്ങനെ. എന്ത് ചെയ്യാനാ, നയനമോള് കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് ഇതുണ്ട്. ചിങ്ങമാസത്തിൽ ഓർഡറുകൾ കൂടുന്നുണ്ട്. ചിങ്ങമാസത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടും അല്ലേ ചേട്ടാ? ഡിമാൻഡ് കൂടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നയനമോളുടെ ഡിസിഷൻ കാരണം നമുക്ക് കോടികളുടെ ലാഭം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ദേവയാനി, നീ ഇപ്പോൾ അവളെ പുകഴ്ത്താൻ തുടങ്ങിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ആദർശ് നയനയും കൂടെ വരിക. അച്ഛാ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോവുക. മോൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? മീറ്റിങ്ങൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്യുമോനെ? അച്ഛൻ വരണോ? വേണ്ട അച്ഛാ, ഞാൻ പോയി അറേഞ്ച് ചെയ്തോളാം, ഞാൻ പോയി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. അല്ലടാ, ഈ ഡ്രസ്സ് എങ്ങനെ കൊള്ളാലോ? സൂപ്പറായിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു അച്ഛാ. എങ്ങനെയുണ്ട് അച്ഛാ? ഞാനും അത് പറയാൻ വരുമായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടോ അതിനെ കാണാൻ? ഇതെനിക്ക് ഇഷ്ടമുള്ള കളറാണല്ലോ അമ്മേ. അതുകൊണ്ട് നയനെ സെലക്ട് ചെയ്ത് തന്നത്. നല്ല ഭംഗിയില്ല അമ്മേ? അത് കേട്ടതും ജയൻ, വെറുതെ അല്ല, ഇത്രയും ഭംഗി നയനമോളുടെ സെലക്ഷൻ അല്ലേ, അപ്പം പിന്നെ ഭംഗിയില്ലാതിരിക്കോ? അത്ര പോരാ എന്നും ദേവയാനി. അതെന്താ അമ്മേ? അമ്മ ഇപ്പം പറഞ്ഞല്ലോ നല്ലതാണെന്ന്. അതുമല്ല അമ്മ, എനിക്ക് ഇതേ കളറിൽ ഡ്രസ്സ് ഇഷ്ടം പോലെ എടുത്ത് തന്നിട്ടുണ്ടല്ലോ. എനിക്കിഷ്ടമുള്ള കളറുമാണല്ലോ ഇത്. അത് കേട്ടതും ദേവയാനി, ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, വെളിയിലിട്ടിരിക്കുന്ന ഈ കോട്ട് കൊള്ളത്തില്ല എന്നൊക്കെ ദേവയാനി പറയുക. എടാ മോനെ, നീ ഇന്നിത് ഇട്ടുകൊണ്ട് പോയാൽ മതി. ഇവളുടെ വാക്ക് കേട്ട് നീ പേടിക്കുകയോ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അവളെ കുറ്റം പറയുക. നയനമോളാണല്ലോ അത് സെലക്ട് ചെയ്ത് തന്നത്. അതെ, ഇവളാ സെലക്ട് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും അതിനെ കുറ്റം പറയില്ലായിരുന്നു. അതുകൊണ്ട് നയനമോളുടെ സെലക്ഷൻ ഒട്ടും മോശമാവില്ല. മോൻ പോയിട്ട് വാ. എന്നാൽ ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരി അമ്മേ, ശരി, ഞാൻ പോയിട്ട് വരാം നയനെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുക. ആദർശ് പോയി കഴിഞ്ഞതും ജയൻ ദേവയാനിയോട്, എൻ്റെ ദേവയാനി, നീ ഇങ്ങനെ കുശുമ്പ് കുത്തുന്നത് ശരിയല്ല. അവർ തമ്മിൽ ജീവിച്ചോട്ടെ, നീ എന്തിനാടി അവരിങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഞാനെന്തിനു വിഷമിക്കുന്നു? എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എൻ്റെ മോനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഓർഡർ കിട്ടാതെ പോയാൽ അതിൻ്റെയൊക്കെ കുറ്റം നിൻ്റെതല്ലല്ലേ ഞാനിടും. കാരണം നീയാണ് എല്ലാത്തിനും കാരണക്കാരി. എൻ്റെ മോനൊരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് അവൻ്റെ ദിവസം ഇന്നത്തേത് നീ കളഞ്ഞെന്ന് എങ്ങനെ പേര് വന്നാൽ ഉറപ്പായിട്ടും എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടും. അപ്പോഴേക്കും നയനെ പോകാൻ പോടി. നിൽക്കടി അവിടെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് അവൻ ആ ബിസിനസ് കിട്ടിയില്ല എന്നും പറഞ്ഞ് നിരാശയോടെയാണ് വരുന്നതെങ്കിൽ നീ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യപ്പെടുന്നത് കണ്ട് നയനെ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവും കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അനി വന്നു. അനിയെ കണ്ടതും നന്ദു സംസാരം മാറ്റുക. എടാ, അവൻ്റെ തലയിൽ നിന്ന് ബോൾ അടിച്ചില്ലേ, എന്നിട്ടും അവൻ്റെ തല തകർന്നിട്ടും അവൻ അതൊന്നും അറിയാത്തതുപോലെ നിന്ന് ബോൾ എറിയുന്ന കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. നമ്മുടെ മുൻപിലൊക്കെ ആളാവാൻ വേണ്ടി നിന്നതാ, അത് ശരിയാ. അപ്പോഴേക്കും അനി വന്നു. അനിയോ, വാ നമുക്കൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ? വേണ്ട, ഞാൻ വെറുതെ വന്നതാ. അല്ല നീ കല്യാണം വിളിയൊക്കെ ഇവിടം വരെയായി. അത് കേട്ടതും കല്യാണം വിളിയൊന്നും ഇതായിട്ടില്ല. അപ്പോൾ നന്ദും പറയാ, എന്നാൽ പിന്നെ വാ നമുക്ക് ക്രിക്കറ്റ് കളിച്ച് അടിച്ച് പൊളിക്കാം. അത് കേട്ടതും അതിന് അനി എങ്ങനെ വരാനാ?
അനിക്കിപ്പോൾ കല്യാണം വിളിക്കുന്ന തിരക്കൊക്കെയല്ലേ എന്നൊക്കെ കൂട്ടുകാരൻ പറയാം. ആ അത് ശരിയാ. അല്ല അനി എല്ലാവരെയും കല്യാണം വിളിച്ചോ? അപ്പോൾ അനി ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ഈശ്വര അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചതാണോ? ഇനി നന്ദുവിന് എന്നോട് ഇഷ്ടമൊന്നും ഇല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അനി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, എല്ലാവരും ഒന്നും വിളിച്ചില്ല, കുറച്ച് പേരെയൊക്കെ വിളിച്ചു എന്നൊക്കെ പറയുക. എന്നാ വാ നമുക്ക് ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പോവാം. അതൊന്നും വേണ്ട, നിങ്ങൾ കളിച്ചോ, ഞാൻ പോവുക എന്നും പറയണം. അനി അങ്ങനെ അങ്ങ് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ പിടിച്ച് നിർത്തുക. ഞാൻ പോട്ടെ, എനിക്ക് തിരക്കുണ്ട്. അപ്പം നന്ദു എന്നാൽ പോയിക്കോട്ടെ, അനാമിക കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതെ, എന്നാൽ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു പറയണം. അത് കേട്ടതും അനി അങ്ങ് പോവുക. അനി ബൈക്കിൽ കയറിയതും നന്ദുവിൻ്റെ മുഖം അങ്ങ് മാറി. അപ്പോൾ എന്താടി നിൻ്റെ മുഖം മാറിയത്? നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ. എന്ത് വിഷമം? നിങ്ങളെപ്പോലുള്ളവന്മാരൊക്കെയാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്. എനിക്ക് അനിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെപ്പോലുള്ളവന്മാരൊക്കെയാണ് പെൺപിള്ളേരുടെ മനസ്സറിയാത്തവന്മാർ. പെൺപിള്ളേരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൂടെ നടക്കാൻ. നിൻ്റെയൊക്കെ നല്ല ഫ്രണ്ട്സാണ്, അല്ലാതെ വേറൊരു ചിന്തയും വേണ്ട, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദു വഴക്ക് പറയാം. അപ്പോൾ അനി ബൈക്കിൽ നേരെ അനാമികയുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അനാമിക, എന്തായാലും നീ എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഞാൻ എപ്പോഴെങ്കിലും നീ എന്നെ വിളിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്തായാലും നീ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിടാ. പറ, നീ എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ അനാമിക, ഞാൻ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ ഇങ്ങ് അടുത്തു, പക്ഷേ ഇതുവരെ നിൻ്റെ എടുത്തുചാട്ടമൊന്നും മാറിയിട്ടില്ല. ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടമല്ലെന്ന്? ഞാനെവിടെ എടുത്തു ചാടി? ഞാനങ്ങനെ എടുത്തുചാടാറൊന്നുമില്ല. പിന്നെ എന്നേക്കാളും വലിയ എടുത്തുചാട്ടമാണല്ലോ നിൻ്റെ നയനയിടത്തേക്കും നന്ദുവിനൊക്കെ. എന്നിട്ടും അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്തു ചാടുമ്പോഴാണോ പ്രശ്നം? അല്ല അനാമിക, സത്യം പറഞ്ഞാൽ നമുക്ക് നടന്നത് ആദ്യം ആണ് കാണല, പെണ്ണ് കാണലല്ല. എന്താ നീ ഉദ്ദേശിച്ചേ? അല്ല, ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരേണ്ട നേരത്ത് നീയാണ് നിൻ്റെ വീട്ടുകാരെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അതൊക്കെ ഒരു എടുത്തുചാട്ടമല്ലേ? അത് കേട്ടതും, അത് ഞാൻ അങ്ങനെയാടാ, എനിക്കൊരാളെ ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങനെയാ, ഇടിച്ചു കയറി വരും, എല്ലാം തുറന്നു പറയും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിലെനിക്ക് ഒരു പ്രശ്നമില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ മുത്തശ്ശനെ ഞാൻ പൊന്നു പോലെ നോക്കും. എന്താ അതുപോലെ? അത് അങ്ങനെ വേണം. ആ വീട്ടിൽ എൻ്റെ മുത്തശ്ശനെ എതിർത്ത് ഞങ്ങളാരും സംസാരിക്കാറില്ല. എൻ്റെ മുത്തശ്ശനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്. വന്നു കയറുന്നവരുടെ എടുത്തുചാട്ടം കൊണ്ട് എൻ്റെ മുത്തശ്ശനോ മുത്തശ്ശിക്ക് കുടുംബത്തിനും ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ കുടുംബമൊക്കെ വളരെ നീറ്റായിട്ട് പോകുന്ന കുടുംബമാണ്. അതിനനുസരിച്ച് കയറി വന്ന നയനേടത്തി. നന്ദു അങ്ങനെ തന്നെയാണ്. നന്ദുവിനും കുടുംബത്തെ സ്നേഹിക്കാൻ അറിയാം. പക്ഷേ പോരാതിരുന്നത് നവ്യടത്തിയാണ്. ഇപ്പോൾ അവരും കുറേശ്ശെ മാറി വരുന്നുണ്ട് എന്നൊക്കെ അനി പറയുക. എന്തൊക്കെയായാലും ഞാൻ നിൻ്റെ അമ്മയെ വിളിച്ചിരുന്നു. അമ്മയെ എന്തിനാ നീ വിളിച്ചേ? അമ്മയെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അനി വിഷമിച്ചിരിക്കുകയാണെന്ന് അമ്മ എപ്പോഴും പറയും. സാരമില്ല, അതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് എനിക്ക് പിന്നീടല്ലേ മനസ്സിലായത്. ഇപ്പോൾ അനി ആലോചിക്കുകയാണ്, അപ്പോൾ ഇവളാണോ എൻ്റെ നന്ദുവിൻ്റെ മനസ്സ് മാറ്റിയത്? ഇവൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ നന്ദു അങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഈശ്വര, അങ്ങനെയാണെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയോ എന്നൊക്കെ ആലോചിച്ച് അനി ഇങ്ങനെ നിൽക്കും. നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയാണ് ഞങ്ങളുടെ എല്ലാം. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സന്തോഷം മാത്രമേ എപ്പോഴും ഉണ്ടാവൂ. അവരുടെ കണ്ണ് നിറയരുത്. നീ വന്നു കയറിയതിന് ശേഷം കുടുംബത്ത് കലഹങ്ങളൊന്നും ഉണ്ടാവരുത്, ഒരിക്കലുമില്ല. ഞാൻ വന്നു കയറി കഴിയുമ്പോൾ ആ കുടുംബത്ത് സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഇത് ഞാൻ തരുന്ന വാക്കാ. എന്നാൽ മതി, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അനി ബൈക്കിൽ കയറുക. പോകലേടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അതൊന്നും വേണ്ട, ഞാൻ തന്നോട് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞ് അനി ബൈക്കിൽ കയറി. അതെ, ഇവരൊക്കെ കൂടെ ചേർന്ന് എൻ്റെ നന്ദുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തതാ. എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന നന്ദു എന്താ ഇപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അവൾ എന്നെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ സംസാരം മാറ്റുന്നത് എന്തൊക്കെയോ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് അനി ബൈക്ക് എടുത്ത് പോവുക. ഈ സമയം നയന വിഘ്നേശ്വര ഭഗവാന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ, വിഘ്നേശ്വര, നിന്നെ മോടി പിടിപ്പിച്ചതിന് ശേഷമാണ് എനിക്കും എൻ്റെ ചേച്ചിക്കും ഈ വീട്ടിലേക്ക് മരുമക്കളായിട്ട് വരാൻ കഴിഞ്ഞത്. പക്ഷേ എപ്പോഴും നീ എന്നെ കാത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതെനിക്കറിയാം. എന്നാലും എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇത്തിരി കഷ്ടമാണ്. പക്ഷേ എന്തൊക്കെയായാലും ആദർശേട്ടൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ സ്നേഹം എപ്പോഴും നിലനിൽക്കണേ ഭഗവാനെ. ഇന്ന് ആദർശേട്ടൻ പോയിരിക്കുന്ന മീറ്റിങ്ങിന് ആദർശേട്ടൻ പങ്കെടുത്ത് വിജയിച്ച് തിരിച്ചു വരണേ. ആദർശേട്ടൻ്റെ അമ്മ പറയുന്നത് പോലെ ആ ഡ്രസ്സിട്ട കാരണം എൻ്റെ ആദർശേട്ടന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. അങ്ങനെ ഉണ്ടായാൽ അറിയാലോ
എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നയന ഭഗവാന് മുന്നിൽ നിന്ന് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിയും ജലജയെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജയനും അടുത്തുണ്ട്. എന്തായാലും ആദർശിന് ഇന്നത്തെ ഓർഡർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി എന്നും ജലജ. അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത് എന്നും ജയൻ. അത് പിന്നെ നയന പറഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ടല്ലേ പോയത്, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ നമ്മുടെ കുടുംബത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുക. എന്തായാലും ഇനി നമുക്ക് ഒരു ഓർഡറും കിട്ടാൻ പോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ജലജെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നീ നിൻ്റെ മോനെ ആദ്യം നന്നാക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം പറ, മനസ്സിലായോ എന്നും പറയണം. അത് കേട്ടതും ഓ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും അജയൻ വരിക. ഏട്ടാ എന്താടാ? അതെ ഏട്ടാ, ഒന്ന് ആദർശിനെ വിളിക്കേ, അവൻ ഇങ്ങോട്ടല്ലേ വരുന്നേ, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്നാലും ഒരു ടെൻഷൻ ചെയ്യട്ടാ എന്നൊക്കെ പറഞ്ഞ് അജയൻ പറയണേ. ഇത് കേട്ടത് മുത്തശ്ശി അങ്ങ് വരിക. എന്ത് ചെയ്യാനാ, ഒരു ഡ്രസ്സിൻ്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തൊക്കെയായാലും ആദർശ് മോൻ ഇങ്ങോട്ട് വന്നാലേ ഒരു സമാധാനം കിട്ടും. ഓർഡർ കിട്ടിയാലല്ലേ നമ്മളുടെ മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വരിക. ആദർശ് വന്നതും ഭയങ്കര സന്തോഷത്തോടെ ആദർശ് കയ്യിലൊരു സ്വീറ്റ് ബോക്സൊക്കെ ആയിട്ട് വരികയാണ്. അപ്പം നയനെ ഇറങ്ങി വന്നു. നയനെ വന്നു നിന്നതും ആദർശിനോട് മുത്തശ്ശി ചോദിക്കുക, എന്തായി മോനെ ഇന്നത്തെ കാര്യങ്ങൾ? അടിപൊളിയായി സക്സസ് ആയി അമ്മേ. മുത്തശ്ശി, ഇന്ന് നമുക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് വരാൻ പോകുന്നത് കോടികളുടെ ബിസിനസ്സാണ്, കോടികളുടെ ബിസിനസ്. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ലഡ്ഡു കൊടുക്കുക. സമാധാനമായി. ഒരു ഡ്രസ്സിൻ്റെ പേരിൽ എല്ലാം കിട്ടുമെന്നും നഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദർശ് മോന് നയനമോൾ ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് ഇന്നത്തെ ദിവസം ആദർശിൻ്റേത് പോക്കായിരിക്കുമെന്ന് നീ പറഞ്ഞല്ലോ ദേവയാനി. ഇപ്പം എന്തായി? മോൻ്റെ ഉയർച്ച നീ കണ്ടില്ലേ? മോളുടെ സെലക്ഷൻ ഒരിക്കലും തെറ്റിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തുകയും വേണ്ട, മനസ്സിലായല്ലോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അവർ തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അവരെ തമ്മിൽ പിരിക്കാനുള്ള കാരണങ്ങൾ നീയായിട്ട് ഉണ്ടാക്കണ്ട, മനസ്സിലായോ ദേവയാനി? ഞാനൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ എന്നും. ദേവയാനി, നീ അങ്ങനെ ഇപ്പോൾ ഒന്നും പറയണ്ട. ഈ വീട്ടിൽ കയറി വരുന്ന മരുമകൾ അത് അനാമിക മോള് മാത്രമാണ്. ഞങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നയനമോളും അനാമികയും ഒക്കെ ഞങ്ങളുടെ മരുമോളാണ്, നവ്യമോളും അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേവയാനിയെ പൊളിച്ചെടുക്കുക. ഈ സമയം മുത്തശ്ശി, മോനെ, മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വന്ന സമയത്ത് അന്ന് കിട്ടുന്ന ഓർഡറുകളെല്ലാം എൻ്റെ ഭാഗ്യം കൊണ്ടാണ് കിട്ടുന്നതെന്ന്. ഞാനും ഇവിടെ അത് തന്നെ പറയുക. നയനമോളുടെ ഭാഗ്യം കൊണ്ടാണ് മോന് ഇങ്ങനെയുള്ള ഓർഡറുകളൊക്കെ കിട്ടുന്നത്. നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പായത്. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നയനമോള് കാരണം. കേട്ടല്ലോ, മോൻ പോയതിന് ശേഷം നയനമോള് പൂജാമുറിയിൽ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ നയനെ പുകഴ്ത്തുക. അങ്ങനെ ആദർശ് എല്ലാവർക്കും ലഡ്ഡു കൊടുത്തു. എന്തായാലും ജയിച്ച സന്തോഷം ഭാര്യയുമായിട്ട് ഇവിടെ നിന്ന് പങ്കിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ ഭാര്യയും കൂട്ടി മുകളിലേക്ക് പോയിക്കോ. അപ്പോൾ എന്നാൽ ശരിയച്ച എന്നും പറഞ്ഞുകൊണ്ട് നയനയും കൂട്ടി ആദർശ് മുകളിലേക്ക് പോവുക. ഈ സമയം ദേവയാനിയോട്, ഇപ്പം എന്താ ദേവയാനി നിനക്ക് പറയാനുള്ളത്? നയനമോൾ ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് നീ എന്തൊക്കെയാണ് മോളെ പറഞ്ഞത്? ഇന്നത്തെ അവൻ്റെ ദിവസം പോക്കായിരിക്കും, അവൻ ഓർഡറുകളൊന്നും കിട്ടില്ല, ബിസിനസ്സിൽ അവൻ തോറ്റുപോകും എന്നൊക്കെ. ഇപ്പം എന്തായി? ഡബിൾ മടങ്ങ് ലാഭമാണ് കിട്ടിയിരിക്കുന്നത്, കോടിക്കണക്കിൻ്റെ ലാഭം. അങ്ങനെയുള്ളപ്പോൾ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ദേവയാനി. അവർ തമ്മിൽ ജീവിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് വരുന്ന മരുമകൾ അനാമിക മാത്രമാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ മനസ്സിൽ ആദർശിനോടുള്ള സ്നേഹവും ഇത്തിരി കൂടുതലാണ്. കാരണം ഞാൻ അവനെ സ്നേഹിച്ചത് വെറുതെ സാധാരണ സ്നേഹമൊന്നുമല്ല അവന് ഞാൻ കൊടുത്തത്. 6 വയസ്സ് മുതൽ അസുഖം ബാധിച്ചവനാ ഒരു മകനെ ഒരമ്മയും നോക്കാത്ത പോലെയാണ് ഞാൻ നോക്കിയത്. അത്രയ്ക്ക് കരുതലോടെയാണ് ഞാൻ കൊണ്ടു നടന്നത്. അതുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തെക്കാളും ഒരുപടി മുകളിൽ സ്നേഹം ആർക്കും അവൻ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് ദേവയാനി എഴുന്നേറ്റ് പോയി. അവളുടെ കാര്യം പറയേണ്ട മോനെ, ഇനിയിപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സ്വാർത്ഥതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ഇതാക്കുവാണ്. ഈ സമയം മുകളിലാണ് കാണിക്കുന്നത്. രണ്ടുപേരും മുറിയിലെത്തിയപ്പോൾ നയന എല്ലാവർക്കും ലഡ്ഡു കൊടുത്തു, എനിക്കൊന്നും തന്നില്ലല്ലോ എന്നും പറയുക. അത് കേട്ടതും നിനക്ക് ലഡ്ഡു അല്ല, ഇരട്ടി മധുരമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇരട്ടി മധുരോ? അതെന്താ? നീ എൻ്റെ ബാഗിങ്ങ് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബാഗ് മേടിക്കുക. അപ്പോൾ ബാഗ് തുറന്നിട്ട് ആദർശ് അതിൽ നിന്നും ഒരു ഫാമിലി പാക്ക് ഡയറി മിൽക്ക് എടുത്ത് കൊടുക്കുക. ഇതെന്താ ചോക്ലേറ്റോ? അതെ, നീ ചെയ്തു തന്നത് വലിയൊരു കാര്യമാണ്. നീ ഇന്ന് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നിട്ട് ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ ഞാൻ വിജയിച്ചു.
അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചുകൊണ്ട് വന്നു. പറഞ്ഞോ, ഇനിയും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ മേടിച്ചു തരാം. അതൊന്നും വേണ്ട ആദർശേട്ടാ, ഇപ്പം തന്നെ പാദസരം മേടിച്ചു തന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. ഒരു പാദസരത്തിലൊന്നും ഒന്നും ആയില്ല. അതെ, കോടികളുടെ ലാഭം നീ കാരണം ഉണ്ടായത്. അതുകൊണ്ട് നിനക്ക് ഓണത്തിന് എന്താ വേണ്ടതെന്ന് പറ. ഇപ്പം തന്നതിനേക്കാൾ ഇരട്ടി സ്നേഹം മാത്രം മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. ആദർശേട്ടനറിയോ, ആദർശേട്ടൻ പോയപ്പോൾ മുതൽ ഞാൻ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആദർശേട്ടൻ തിരിച്ചു വരുമ്പോൾ മുഖത്ത് സന്തോഷം ഉണ്ടാവണമെന്ന്. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് സന്തോഷമായി ആദർശേട്ടാ. ഇനിയെങ്കിലും ആദർശേട്ടൻ്റെ സ്നേഹം എനിക്ക് തന്നാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുകയാണ്. അത് കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ ആദർശം നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.